ശോഭാ സുരേന്ദ്രനെതിരെ മാനനഷ്ടത്തിന് കേസ് നൽകി സിപിഎം നേതാവ് ഇ പി ജയരാജൻ വ്യാജ ആരോപണങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്നാണ് കേസ്. ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഇ പി ജയരാജൻ കേസ് നൽകിയത്. ബി.ജെ.പിയിലേക്ക് വരാൻ ചർച്ച നടത്തിയ ഉയർന്ന CPIM നേതാവ് ഇ പി ജയരാജനാണെന്ന പ്രസ്താവനയുമായി ശോഭാ സുരേന്ദ്രൻ രംഗത്തു വന്നിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഇത് വലിയ വിവാദമായി. ശോഭാ സുരേന്ദ്രൻ തനിക്കെതിരെ വ്യാജ പ്രചാരണങ്ങൾ നടത്തുകയാണെന്നും പരസ്യമായി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നും മുൻപ് തന്നെ ഇ പി വ്യക്തമാക്കിയിരുന്നു. 2 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ഇ പി ജയരാജൻ സമാന വിഷയത്തിൽ മുൻപും നോട്ടീസ് അയച്ചിരുന്നു. തന്നെയും പാർട്ടിയെയും അധിക്ഷേപിക്കുന്നതിനും കരിവാരിത്തേക്കുന്നതിനും വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായി ഉണ്ടായതാണ് ഈ വ്യാജ പ്രചാരണങ്ങളെന്ന് ഇ പി ആരോപിച്ചിരുന്നു. താൻ BJPയിൽ ചേരാൻ താൽപര്യം പ്രകടിപ്പിച്ചെന്നും ദല്ലാളിനൊപ്പം തന്നെ വന്നു കണ്ടുവെന്നുമുള്ള ശോഭാ സുരേന്ദ്രന്റെ വാദം വാസ്തവവിരുദ്ധമാണെന്നാണ് ഇ പി പറഞ്ഞത്. തനിക്കെതിരെ ഉണ്ടായ വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജയരാജൻ കണ്ണൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ് ഫയൽ ചെയ്തത്. ആലപ്പുഴയിൽ BJP സ്ഥാനാർത്ഥിയായിരുന്ന ശോഭാ സുരേന്ദ്രനെതിരെ ദല്ലാൾ TG നന്ദകുമാർ ഉന്നയിച്ച സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളാണ് ഇ പിയെയും വിവാദങ്ങളിലേക്ക് എത്തിച്ചത്. റിപ്പോർട്ടർ, കണ്ണൂർ.